നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചാർജ് എടുക്കുന്നതിന് തൊട്ടു മുൻപ് ഇറാൻ തങ്ങളുടെ ശക്തിപ്രകടനമെന്നോണം അണ്ടർഗ്രൗണ്ട് നേവൽ ബേസിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ട്രംപ് വരുന്നതോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് തങ്ങളുടെ ആണവ നിലയങ്ങൾ ആക്രമിക്കാനുള്ള അധികാരം നൽകിയേക്കുമെന്ന ആശങ്ക ഇറാനിയൻ നേതാക്കൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ മുന്നിൽ തങ്ങളുടെ ശക്തി പരമാവധി പ്രദർശിപ്പിക്കാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. റവല്യൂഷണറി ഗാർഡ്സിന്റെ മേധാവി ജനറൽ ഹുസൈൻ സലാമി രഹസ്യ നാവികത്താവളം സന്ദർശിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇറാൻ പുറത്തേക്ക് വിട്ടത്. 500 മീറ്റർ താഴ്ചയിൽ നിർമ്മിച്ചിരിക്കുന്ന ഭൂഗർഭ നേവൽ ബേസിൽ ക്രൂയിസ് മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന തരേക് ക്ലാസ് റഡാർ എവേഡിംഗ് സ്പീഡ് ബോട്ടുകളുടെ നീണ്ട നിര തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതും മിസൈൽ ഘടിപ്പിച്ചതുമായ ഈ ബോട്ടുകൾ മേഖലയിലെ അമേരിക്കൻ നേവിയെ നേരിടുന്നതിനു വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ളതാണെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയ്ക്കായാലും ഇസ്രയേലിനായാലും തങ്ങളുടെ കപ്പലുകൾക്ക് നേരെ പാഞ്ഞു വരുന്ന ഇറാന്റെ അനവധി മിസൈൽ ബോട്ടുകളിൽ നിന്നും വരുന്ന മിസൈലുകളെ ഒരേ സമയം പ്രതിരോധിക്കുന്നത് പ്രയാസകരമാകും. സാങ്കേതികപരമായി വളരെയധികം മുന്നിൽ നിൽക്കുന്ന ശത്രുവിൻ്റെ കപ്പലുകളെ നേരിടാൻ ഇറാന്റെ ഈ വിദ്യ വളരെയധികം പ്രയോജനകരമാണ്. ചെറുതും വേഗത്തിൽ ചലിക്കുന്നതുമായ മിസൈൽ ബോട്ടുകൾ ആക്രമിച്ചതിന് ശേഷം ശത്രുസൈന്യം പ്രതികരിക്കുന്നതിന് മുമ്പ് പിൻവാങ്ങാനും കഴിയും. ഏതായാലും ഇറാന്റെ ഈ ഹിറ്റ് ആൻഡ് റൺ തന്ത്രം ശക്തനായ ശത്രുവിനെ നേരിടുന്നതിനൊപ്പം വളരെ ചെലവ് കുറവുമാണ്. ലോകത്തിലെ എണ്ണയുടെ ഗണ്യമായ ഒരു ഭാഗം കടന്നു പോകുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. ഇറാൻ തങ്ങളുടെ മിസൈൽ ഘടിപ്പിച്ച ബോട്ടുകളും മൈനുകൾ സ്ഥാപിക്കുന്ന കപ്പലുകളും ഇവിടെ വിന്യസിക്കുന്നതിലൂടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു വിദേശ നാവികസേനയ്ക്കെതിരെയും വെല്ലുവിളി ഉയർത്താൻ ഇറാന് സാധിക്കും. ഈ മേഖലയിലുള്ള നിയന്ത്രണം കൊണ്ട് ഇറാന് എപ്പോൾ വേണമെങ്കിലും ആഗോള എണ്ണ വ്യാപാരത്തെ തടസ്സപ്പെടുത്താൻ കഴിയും. അമേരിക്കയുമായും ഇസ്രയേലുമായും ഒരു യുദ്ധത്തിൻ്റെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ ഈ തന്ത്രപ്രധാനമായ ജലപാതയുടെ നിയന്ത്രണം നിലനിർത്തേണ്ടത് ഇറാന്റെ ആവശ്യമാണ്. ഇറാനിലുടനീളം നിരവധി ഭൂഗർഭ നേവൽ ബേസുകളും മിസൈൽ സ്റ്റോറേജ് കേന്ദ്രങ്ങളുമാണ് ഇറാൻ ഒരുക്കിയിട്ടുള്ളത്.